അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്ന, യേശു തൊട്ട, യേശു വന്ന, യേശു തൊട്ട, പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നുപോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ഫെബ്രുവരി 23-ന് രാവിലെ 8 മണി മുതൽ. സ്ഥലം ഡിസ്ട്രിക്ട് ലൈബ്രറി ഹാൾ, സോപാനം ഓഡിറ്റോറിയം. മിറക്കിൾ സൺഡേ പാറശാലയിൽ ഫെബ്രുവരി 23-ന് വൈകുന്നേരം 4:30 മുതൽ. സ്ഥലം ഷീല കല്യാണ മണ്ഡപം, പാറശാല. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കർത്താവ് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന ചില അത്ഭുത സാക്ഷ്യങ്ങളാണ്. ആദ്യമായിട്ട് ആറ്റിങ്ങിൽ നിന്നും സുനിൽ കുമാറാണ്. ഈ ബ്രദർ പറയുന്നത് തനിക്ക് 6 ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതിൽ 4 മേജറായിരുന്നു. ഒത്തിരി പ്രയാസത്തോടെയാണ് ഈ കുടുംബം കടന്നുപോയത്. എന്നാൽ തനിക്ക് സർജറി നിശ്ചയിച്ചിരിക്കെ അതിന് തലേ ദിവസം താൻ മീറ്റിങ്ങിൽ വരുവാനും പ്രാർത്ഥിക്കാനും ഇടയായി. ദൈവത്തിൻ്റെ അത്ഭുത കരം ആ ബ്രദറിനെ തൊട്ട് സൗഖ്യമാക്കി. കൊല്ലം മീറ്റിങ്ങിൽ വരുമ്പോൾ ബ്രദർ അദ്ദേഹത്തോട് ആലോചന പറഞ്ഞു, കർത്താവ് നിന്നെ സൗഖ്യമാക്കുന്നുവെന്ന് പറയാനിടയായി. എന്നാൽ അതേ തുടർന്ന് അവർ വീണ്ടും ചെക്ക് ചെയ്ത് തിരിച്ചു വരുമ്പോൾ യാതൊരു പ്രയാസവുമില്ല, ബ്ലോക്കില്ല എന്നാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കാണാം. ഐസിയിൽ കയറ്റിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മരിച്ചെന്ന് പറഞ്ഞു. ആള് വീട്ടിലറിയിച്ചു, ആളിനെ വരുത്തിക്കാൻ പറഞ്ഞു. 1 മണിക്കകത്ത് ആൻജിയോപ്ലാസ്റ്റി ചെയ്താലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആളെ കയ്യിൽ നിന്ന് പോകുമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ച സമയത്ത് 6 ബ്ലോക്കും മാറി. അയ്യോ, ഭയങ്കരമായി പോയി. ഒരു വാൾവ് വീക്കായി പോയി. അതെ, ഒരു പുതിയ ഹാർട്ട് ഇന്ന് പകൽ ഇദ്ദേഹത്തിന് ഉണ്ടാകട്ടെ. ഇദ്ദേഹത്തെ പരിശോധിക്കുന്ന ഡോക്ടേഴ്സ് പറയുന്നത് ഇത് എങ്ങനെ നടന്നു എന്ന് പറയട്ടെ. അപ്പൊ റിപ്പോർട്ട് നോക്കും, അച്ഛനെ നോക്കും, റിപ്പോർട്ട് നോക്കും. അപ്പൊ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, പൊക്കോളാൻ പറഞ്ഞു. അന്ന് മുതൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിവസം വരെ എൻ്റെ അച്ഛൻ ഗുളിക കഴിച്ചിട്ടില്ല. ഇദ്ദേഹത്തിന്റെ പേര് സുനിൽ കുമാർ എന്നാണ്. സുനിൽ കുമാർ എന്നാണ്. ആറ്റിങ്ങിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. ഇദ്ദേഹത്തെ നല്ല ഓർമ്മയുണ്ട് കേട്ടോ. ഭയങ്കര കാര്യമൊക്കെ കേൾക്കാൻ പോകുന്നത്. കർത്താവ് ചെയ്ത അസാധാരണമായ ഒരു അത്ഭുതത്തിന്റെ സാക്ഷ്യമായിട്ടാണ് അദ്ദേഹം നമ്മളുടെ ഇടയിൽ നിൽക്കുന്നത്. ഫെബ്രുവരി മാസം 11-ാം തീയതി മിറക്കിൾ സൺഡേക്കാണ് അദ്ദേഹം നമ്മുടെ ഈ ഹാളിനകത്ത് വരുന്നത്. അദ്ദേഹം 11-ാം തീയതി മീറ്റിങ്ങിന് വരുമ്പോൾ 12-ാം തീയതി ആൻജിയോപ്ലാസ്റ്റിക് ഡോക്ടേഴ്സ് പോസ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് 6 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതിൽ 4 മേജർ. ഇദ്ദേഹത്തിന് അനങ്ങാൻ പറ്റത്തില്ല, ഇടത്തോട്ട് തിരിയാൻ പറ്റത്തില്ല, വലത്തോട്ട് തിരിയാൻ പറ്റത്തില്ല, കുനിയാൻ പറ്റത്തില്ല. നിരവധി പ്രയാസമായിട്ടാണ് അന്നത്തെ മീറ്റിംഗിൽ ഈ ബ്രദർ വരുന്നത്. ഇദ്ദേഹത്തിന് വേറൊരു പ്രത്യേകത ഉള്ളത്, സാധാരണ എല്ലാവർക്കും ലെഫ്റ്റ് സൈഡിലാണ് ഹാർട്ട്, ഇദ്ദേഹത്തിന് റൈറ്റ് സൈഡിലാണ്. ജനറ്റിക്കലി പ്രോബ്ലം അങ്ങനെയാണ്, ബൈ ബർത്ത് അങ്ങനെയാണ്.
അന്ന് ബ്രദർ അന്നത്തെ മിറക്കിൾ സൺഡേയിൽ ശ്വാസകോശത്തിന് പ്രയാസമുള്ളവരെയാ അന്ന് എല്ലാവരെയും ബ്രദർ സ്റ്റേജിലേക്ക് വിളിച്ചത്. പക്ഷെ ആ സമയത്ത് ഇദ്ദേഹം കൂടെ സ്റ്റേജിലേക്ക് വന്നു. വന്നതിന്റെ അന്ന് അദ്ദേഹം നിന്ന പ്ലേസ് ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് അദ്ദേഹം നിന്നത്. ബ്രദർ അദ്ദേഹത്തെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ശ്വാസകോശമുള്ളവർക്ക് പ്രയാസമുള്ളവരെയാ വിളിച്ചത്, പക്ഷെ നിങ്ങളുടെ ഹാർട്ടിനെ ദൈവം ഇപ്പോൾ സൗഖ്യമാക്കുക എന്ന് പറഞ്ഞു. ബ്രദർ പ്രാർത്ഥിച്ച സമയത്ത് 6 ബ്ലോക്കും മാറി. ഭയങ്കരമായി പോയി. ഒന്ന് എഴുന്നേറ്റ് കൈയടി കൊടുക്കാൻ കരുതാവേ. 4 മേജർ ബ്ലോക്ക്. അടുത്ത ദിവസം സർജറി പറഞ്ഞിരുന്നത് ഞായറാഴ്ചത്തെ പ്രേയറിൽ പൂർണ്ണ സൗഖ്യമായി. നിങ്ങൾ എന്റെ റിപ്പോർട്ട് എല്ലാം ഇടാന്ന് അവർ 2 റിപ്പോർട്ടുമായിട്ട് അവരെ വന്നിരിക്കുന്നത്. മോളാണ്. മോളെ, ഇത് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും ഇത് കർത്താവ് ചെയ്തതാണോ? പുതിയ ജന്മമാണ്. ഒക്ടോബർ 7-ാം തീയതിയാണ് അറ്റാക്ക് ആയിട്ട് വന്നത്. അപ്പോൾ വീട്ടിൽ ചേച്ചി ഡെലിവറിക്ക് ആയിരുന്നുകൊണ്ട് വേറെ ആരും അറിയിച്ചില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ICUവിൽ കയറ്റിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മരിച്ചെന്ന് പറഞ്ഞ ആള്. വീട്ടിൽ അറിയിച്ചു, ആളിനെ വരുത്തിക്കാൻ പറഞ്ഞു. ഞാൻ ഫസ്റ്റ് വിളിച്ചത് കലീഷ് ബ്രദറിനെയാണ്. എനിക്ക് വേറെ ഒന്നും ഇല്ലായിരുന്നു, ആരും കൂടെ ഇല്ല. എന്ത് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞ ആംബുലൻസ് വിളിക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ കർത്താവിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. 10 ദിവസം ആശുപത്രി കിടന്ന് വീട്ടിൽ പോയി വീണ്ടും അഡ്മിറ്റ് ആക്കി. അപ്പോൾ അവർ പറഞ്ഞു 12 മണിക്കകത്ത് ആൻജിയോഗ്രാം, 1 മണിക്കകത്ത് ആൻജിയോപ്ലാസ്റ്റിയും ചെയ്താലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആളെ കയ്യിൽ നിന്ന് പോകുമെന്ന് പറഞ്ഞു. 98% ലോസാണ്, 2% ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആ സമയം ആൻജിയോപ്ലാസ്റ്റി ചെയ്യണ്ട, ആൻജിയോഗ്രാമെങ്കിലും ചെയ്താൽ മതി എന്ന് ഞങ്ങൾ പറഞ്ഞ് ജനുവരി 17-ാം തീയതി ആൻജിയോഗ്രാമിന് തന്നു. 6 ബ്ലോക്ക് ഉണ്ട്. ഇത് ആൻജിയോഗ്രാം റിപ്പോർട്ടാണ്. 6 ബ്ലോക്ക് ഉണ്ട്. ഇതൊന്ന് എടുത്ത് വെക്കോ. ഇത് ഒരു കോപ്പി എടുത്ത് വെക്കണേടാ. ഇത് ഒന്ന് എടുത്ത് വെക്കോട് ചെയ്ത് 6 ബ്ലോക്കാണ്. കൊച്ചു കാര്യമല്ല. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. എടുക്കണോ? 6 ബ്ലോക്കാണ് അന്നുണ്ടായിരുന്നത്. ഓക്കെ, 6 ബ്ലോക്കും എണ്ണിക്കയിലേ ഒക്കെ ഉള്ളത്. അച്ഛൻ്റെ ഓഫീസിൽ വിളിച്ച് 6 ബ്ലോക്കുള്ള കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ജോലിയിൽ നിന്ന് പ്രശ്നം വരുമെന്ന് കരുതി. ഓക്കെ, എങ്ങനെ? ഡ്രൈവറാണ്. ഓക്കെ. അപ്പൊ അച്ഛന് സ്ഥലം മാറ്റം കൊല്ലത്തോട്ട് നീട്ടി. അപ്പൊ ബ്ലോക്ക് പറഞ്ഞാൽ പറ്റൂലായിരുന്നു. ഫെബ്രുവരി 11-ാം തീയതി ഇവിടെ വന്നു. 12-ാം തീയതി അച്ഛൻ്റെ അടുത്ത് ആൻജിയോപ്ലാസ്റ്റിക്ക് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. 13-ാം തീയതി രാവിലെ ഇരുന്ന് സർജറി പറഞ്ഞിരുന്നത്, പക്ഷെ ഞങ്ങൾ പോയില്ല. ഫെബ്രുവരി 8-ാം തീയതി ഇംഗ്ലീഷ് ബ്രദറും കലേഷ് ബ്രദറും വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു, ഇത് എനിക്ക് കൊല്ലത്ത് മിറാക്കിൾ സെന്റർ ഉണ്ട്, നിങ്ങൾ വരണമെന്ന്. അന്ന് വന്ന് സൗഖ്യമായിട്ട് പോയി. അന്ന് മുതൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിവസം വരെ എൻ്റെ അച്ഛൻ ഗുളിക കഴിച്ചിട്ടില്ല. ഗുളിക കഴിച്ചില്ല എന്ന് പറയുന്നത് വലിയ കാര്യം. ഓക്കെ, പക്ഷെ അത് പോയി വീണ്ടും പരിശോധിച്ചോ നിങ്ങൾ? അച്ഛൻ അതുവരെ വിശ്വാസത്തിലായിരുന്ന പോലെയല്ല. ഇവിടുന്ന് പോയിട്ട് എൻ്റെ അച്ഛൻ 2 കിലോമീറ്റർ നടന്ന് 2 അടി പോലും നടക്കല്ലെന്ന് പറഞ്ഞ ആളായിരുന്നു. ഭയങ്കര കാര്യമാണ്. നേരത്തെ വിളിച്ച് കയ്യിലടിച്ച് കർത്താവിനെ സ്തുതിച്ച്. 15-ാം തീയതി തൊട്ട് ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയിട്ട് എക്കോയ്ക്ക് ECGക്ക് വേണ്ടി പറഞ്ഞു. അപ്പോൾ ഫെബ്രുവരി 17-ാം തീയതി പോയി എക്കോ ECG എടുക്കാൻ പോയി. ഞങ്ങൾക്ക് ഇതില്ലാന്ന് ഞങ്ങൾക്ക് തെളിയിക്കണമായിരുന്നു. പോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞില്ല, സർജറി ചെയ്താലേ പറ്റുള്ളൂ, നിങ്ങൾ 2.25 ലക്ഷം രൂപ അടച്ചിട്ട് സർജറിക്ക് കയറാൻ പറഞ്ഞു. ഞങ്ങള് ഫെബ്രുവരിയിൽ വന്നു. മാർച്ച് പോയില്ല, ഏപ്രിൽ പോയില്ല, മെയ് പോയില്ല, ജൂണിൽ പ്രാർത്ഥിച്ചിട്ട് പോയി എക്കോയ്ക്ക് ECGക്ക് എഴുതി തരണമെന്ന്. അങ്ങനെ എഴുതി തന്ന് വെള്ളിയാഴ്ച പോയി എക്കോ എടുത്ത്. ഇതിലൊരു കുഴപ്പമില്ല. ECG എടുത്ത് ഒരു കുഴപ്പമില്ല, എല്ലാം നോർമലാണ്. വണ്ടർഫുൾ ജീസസ്. ഹാർട്ടിന് വല്ല കംപ്ലൈന്റ് ഉണ്ടോ? ഹാർട്ടിന് കംപ്ലൈന്റ് ഉണ്ട്, അറിയാവോ? പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന ഹാർട്ട് പ്രോബ്ലം ആണ്, അതിനുവേണ്ടി വന്നതാ. ഞാൻ ലങ്സ് പ്രോബ്ലത്തിനാണ് വിളിച്ചത്, പക്ഷെ ചോദിച്ചത് ഹാർട്ട് പ്രോബ്ലം ഉണ്ടോന്ന്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ദൈവം എന്തെങ്കിലും ചെയ്യുവാണോ? നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു ദൈവം എന്തെങ്കിലും ചെയ്യുവാണോ? ഈ പകൽ കർത്താവിന്റെ ശക്തി ചിലരെ തൊടട്ടെ. കർത്താവിന്റെ ശക്തി ചിലരെ തൊടട്ടെ. ബ്രദറെ, 2 കരവും ഉയർത്തിപ്പിടിച്ച്, 2 കരവും ഉയർത്തിപ്പിടിച്ച്, കണ്ണടച്ച്. ഹാർട്ട് റൈറ്റ് സൈഡിലാണ്. അയ്യോ, അങ്ങനെയാ? ലെഫ്റ്റ് സൈഡിലല്ലേ എല്ലാവർക്കും ഇരിക്കുന്നത്? ബൈ ബർത്ത്. അത് വലതുവശത്ത് കർത്താവ് പിടിപ്പിച്ചതാ സ്പെഷ്യലായിട്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ വരേണ്ട പല ഇന്നർ ഓർഗൻസിനും ഇദ്ദേഹത്തിന് റൈറ്റ് സൈഡിലാണ്. അയ്യോ, കൊള്ളാലോ. ഒരു വാൾവ് വീക്കായി പോയി. അതിനകത്ത് എന്ന് പറഞ്ഞ നമ്മുടെ പൈപ്പ് താഴോട്ടും അമങ്ങിയ പോലെ അമങ്ങിയിരിക്കുക.
ഇപ്പൊ ഡോക്ടേഴ്സ് പറയണ ഒന്നെങ്കിൽ ആ വാൾവ് മാറ്റി വെക്കണം, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അത് നാളെ മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. നമ്മൾ ഇന്നങ്ങ് മാറ്റി വെച്ചാലും നിങ്ങൾ എഴുന്നേറ്റ് വന്നൊരു നല്ല കൈയടി കൊടുത്ത കർത്താവിന്. ഒരു പുതിയ ഹാർട്ട് ഇന്ന് പകൽ ഇദ്ദേഹത്തിന് ഉണ്ടാകട്ടെ. നാളെ വാൾവ് മാറ്റി വെക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇന്ന് പകൽ ഒരു വാൾവ് മാറ്റി വെക്കൽ നടക്കട്ടെ. കൈയടിച്ചു ആമേൻ പറ. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ഈ സൈഡിൽ മുഴുവൻ ഒരു വലിയ അനുഭവം ഉണ്ടായി. ഞാനത് നിങ്ങളുടെ ഹാർട്ടിന്റെ ഇടത്തെ സൈഡിലെ വാൾവിനാണ് പ്രശ്നം, ലെഫ്റ്റ് വാൾവ്. 4 വാൾവും പ്രശ്നം. 4 വാൽവ് പ്രശ്നമാണ്. അയ്യോ ഇല്ല, വാൾവുകളൊന്നും ഇല്ല. 98% അയ്യോ നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് വന്നൊരു കൈയടി കൊടുത്ത് 98% ഇല്ലാത്ത സാധനം പുതുതാവുകയെന്നാ വിശ്വസിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം നോക്കിക്കേ. ഇദ്ദേഹത്തെ ഞാൻ വിളിച്ചത് ലങ്സ് പ്രോബ്ലമുള്ള ആളുകളെയാണ്, പക്ഷെ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചത് ഇദ്ദേഹത്തിന് ഹാർട്ട് പ്രോബ്ലത്തെ കുറിച്ചാണ്. എന്ന് പറഞ്ഞ 98% ഹാർട്ട് പോയിരിക്കുക, നാളെ ചെയ്യുക. ഇത് ഞാനല്ല ചോദിച്ചത്, പരിശുദ്ധാത്മാവാ ചോദിച്ചതെങ്കിൽ ഈ പകൽ ഇവിടെ ഒരു അത്ഭുതം നടക്കുക, ഒരു ഓപ്പറേഷൻ നടക്കുക. ദൈവശക്തി ചലിക്കുക, ദൈവശക്തി ചലിക്കുക. അമങ്ങിപ്പോയ 3 വാൾവുകളും അതിന്റെ പ്രവർത്തനക്ഷമതയിലേക്ക് തിരിച്ചു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. പറയുന്നതോടെ ഹാർട്ടിനൊരു പുതിയ ഹാർട്ട് ലഭിക്കട്ടെ. എന്നോട് ഇന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നഷ്ടപ്പെട്ടത് തിരിച്ചു തരുന്ന ഒരു ഏഞ്ചലിക് വിസിറ്റേഷൻ ഈ ഹാളിൽ ഉണ്ടാകുമെന്ന്. നാളെ ഇദ്ദേഹത്തിന്റെ ഹാർട്ട് പരിശോധിക്കുമ്പോ ഇത് ചെയ്തിരിക്കുന്ന ഡോക്ടർ കൂടെ വിശ്വാസത്തിൽ വരുന്ന തക്കവണ്ണം അസാധാരണമായതൊന്നുണ്ടായത് ഇദ്ദേഹം സാക്ഷീകരിക്കട്ടെ. ഇദ്ദേഹത്തെ പരിശോധിക്കുന്ന ഡോക്ടേഴ്സ് പറയുന്നത് ഇത് എങ്ങനെ നടന്നു എന്ന് പറയട്ടെ. അപ്പ ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. നമ്മുടെ കർത്താവ് ഇന്ന് ജീവിക്കുന്നു. അത്ഭുതങ്ങൾ കുറഞ്ഞിട്ടില്ല, ഇന്നും അത്ഭുതങ്ങളുണ്ട്. നമ്മുടെ കർത്താവ് ഇന്നും അത്ഭുത മന്ത്രിയാണ്. അവൻ ഇന്നും അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. ഇപ്പൊ ഡോക്ടേഴ്സ് എന്താ മോളെ പരിശോധിച്ചിട്ട് പറഞ്ഞു? ചെന്നപ്പോഴത്തേക്ക് ടെലിസ്കോപ്പ് വെച്ച് അച്ഛനെ നോക്കും, റിപ്പോർട്ട് നോക്കും, അച്ഛനെ നോക്കും, റിപ്പോർട്ട് നോക്കും. അവർ പറഞ്ഞു ഇത് വലത് സൈഡാണല്ലോ, ഇത് എങ്ങനെയെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ ഡൗട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഒന്നും കൂടി നോക്കുമെന്ന് ചോദിച്ചു. പഴയ എല്ലാ റിസൾട്ടും ഒന്നും കൂടി കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, പൊക്കോളാൻ പറഞ്ഞു. നമുക്കിതിനെ മറുപടി പറയാനൊന്നും ഇല്ല. ഇത് കർത്താവിന്റെ കൈകളല്ലാതെ വേറൊന്നുമല്ല. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. 6 ബ്ലോക്ക് 2.25 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞെടുത്ത് കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ട് മെഡിസിൻ വേണ്ട എന്ന് പറഞ്ഞു വിട്ടിരിക്കുക. കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾക്ക് നന്ദി പറയാം. കർത്താവ് നിന്റെ കരുത്തിന് നന്ദി. ഈ വീടിന് മേൽ നീ കൊടുത്ത സെക്യൂർ അനുഗ്രഹങ്ങൾക്കായി നന്ദി, വിടുതലിനായി നന്ദി. അപ്പ നിന്റെ കാര്യങ്ങൾ സൂപ്പർ നാച്ചുറലായി ചിലത് ചെയ്തതിന് നന്ദി. ആ കൈകളൊന്ന് അടിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ സാക്ഷ്യങ്ങൾ കാണുന്ന നിങ്ങളുടെ ലൈഫിലായിരിക്കുന്ന പ്രശ്നങ്ങളിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന ഉറപ്പോടെ ആയിരുന്നാട്ടെ. ഓരോ സൗഖ്യങ്ങളും ഓരോ സാക്ഷ്യവും കാണുമ്പോൾ അതിനോടൊപ്പം ചലിക്കുന്ന ആ ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവിനെ അനുഭവിച്ചാട്ടെ. ഏത് ഭാഗത്താണോ പ്രയാസത്തോടായിരിക്കുന്നത്, അല്ല ഇതേ പ്രശ്നത്തിലൂടെയാണോ നിങ്ങൾ മുൻപോട്ട് പോകുന്നത്, വിശ്വാസത്തോടെ കർത്താവിൻ്റെ ശക്തിയെ റിസീവ് ചെയ്താട്ടെ. ആ സൗഖ്യത്തെ പ്രഖ്യാപിച്ചാട്ടെ. അവൻ സൗഖ്യദായകനാകുന്നു. അവൻ്റെ അടുക്കലായിരിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും കർത്താവ് ശ്രേഷ്ഠമായ ചിലത് ചെയ്യുന്നു. ദൈവജനൻ പറയുന്നത് യേശുവിൻ്റെ അടുക്കൽ വന്ന സകല വ്യക്തികളെയും കർത്താവ് സൗഖ്യമാക്കിയെന്ന.
അങ്ങനെയെങ്കിൽ ഈ സാക്ഷ്യങ്ങൾ കാണുന്ന നിങ്ങൾ വിശ്വസിച്ചാട്ടെ, ജീവിക്കുന്ന ഒരു കർത്താവുണ്ട്. ഇവരെ സൗഖ്യമാക്കിയതുപോലെ തന്നെ എന്നെയും സൗഖ്യമാക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചാട്ടെ. ഇതേപോലെ തന്നെ ഹാർട്ടിന് പ്രയാസമായിരിക്കുന്ന അല്ലെങ്കിൽ മരിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സാക്ഷ്യമാണ് ഇനിയും നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇത് നന്ദൻകോട് നിന്നും ദീപ പ്രേമാണ് സാക്ഷ്യം പങ്കുവെക്കുന്നത്. ഈ സിസ്റ്റർ പറയുന്നത് സിസ്റ്ററിന് വോമിറ്റിംഗ് ആയതിനെ തുടർന്ന് എന്തെങ്കിലും കഴിച്ച പ്രയാസമാണെന്ന് ചിന്തിച്ചു. പക്ഷെ പിന്നീട് ചെല്ലുമ്പോഴാണ് തൻ്റെ മോൻ കാണുന്നത് ഈ സിസ്റ്റർ ബോധമില്ലാതെ കിടക്കയിലായിരിക്കുന്നതാണ്. എന്നാൽ അടുക്കലുള്ള ഒരു ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്ന് പ്രാഥമികമായ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് 2 പ്രാവശ്യം അറ്റാക്ക് വന്നു, ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ അല്ലെങ്കിൽ മരിച്ചുപോയി, ആന്തരിക അവയവങ്ങൾക്കൊക്കെ പ്രശ്നമുണ്ടായിരിക്കുന്നു എന്ന് പറയുന്ന ഒരു അനുഭവമായിരുന്നു. എന്നാൽ അവർ വിശ്വാസത്തോടെ ചില കാര്യങ്ങൾ മുൻപോട്ട് പോകുവാനിടയായി. അത്ഭുതമെന്ന് പറയട്ടെ, ഇന്ന് നമ്മുടെ നടുവിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ തക്കോണം ദൈവത്തിൻ്റെ കരം ഈ സിസ്റ്ററിന് വേണ്ടി ചലിച്ചു. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കാണാം. ഇത് നമ്മുടെ സ്വന്തം ആളാ. പറ. ഡോക്ടേഴ്സ് മരിച്ചു എന്ന് വിധി എഴുതിയെടുത്ത് കർത്താവ് ജീവൻ തിരിച്ചു നൽകിയ ഒരു അത്ഭുത സാക്ഷ്യമാണ് പറയാനുള്ളത്. ഈ ആന്റിയുടെ പേര് ദീപ പ്രേം എന്നാണ്. നന്ദൻകോട് എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. കഴിഞ്ഞ ജൂൺ 9 ആന്റിക്ക് രാവിലെ ഇടയ്ക്കിടയ്ക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിരുന്നു. ആന്റി അത് ഇൻഡൈജഷൻ കാരണമായിരിക്കുമെന്ന് വിചാരിച്ചു. വീണ്ടും തുടർന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ആന്റിയുടെ മോൾ നോക്കിയപ്പോൾ ആന്റി ബോധമില്ലാതെയാണ് കിടന്നിരുന്നത്. പെട്ടെന്ന് തന്നെ ആന്റിയുടെ മോൾ ആന്റിയുടെ അമ്മയെ വിളിച്ചു. അമ്മയെ വിളിച്ച് ആന്റിയുടെ പൾസും ഹാർട്ട് റേറ്റും നോക്കിയപ്പോൾ ഇല്ലായിരുന്നു. തൊട്ടടുത്തുള്ള ഒരു നെയ്ബർ ഡോക്ടറായിരുന്നു. ആ ഡോക്ടർ വന്ന് പെട്ടെന്ന് CPR കൊടുത്ത് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞത് ആന്റി മരിച്ചുപോയി. അതിരാവിലെ 2 മണിക്ക് ആന്റിക്ക് കാർഡിയക് അറസ്റ്റ് വന്നായിരുന്നു. 10 മണിക്കും ഇത് വന്നു. ആന്റി മരിച്ചിട്ട് കുറച്ച് നേരം ആയെന്ന് പറഞ്ഞു. എന്നാൽ ആന്റിയുടെ അമ്മ വിശ്വാസത്തോടെ പറഞ്ഞു, ജീവിക്കുന്ന ദൈവമാണ് എന്റെ കൂടെ ഉള്ളത്. എഴുന്നേറ്റ് കൈ അടിക്കേണ്ട കാര്യമോ? ആന്റി ജീവിക്കണോ മരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് ദൈവമാണ്. അതുകൊണ്ട് ആന്റിയെ പെട്ടെന്ന് വെന്റിലേറ്ററിലാക്കാൻ പറഞ്ഞു. ഈ വെന്റിലേറ്ററിലാക്കുന്നതിന് തൊട്ട് മുൻപേ വരെ പറഞ്ഞു എല്ലാ ബോഡിയിലെ സിസ്റ്റംസ് ഫെയിൽ ആയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അന്ന് സൺഡേ ആയിരുന്നു. സൺഡേ അന്ന് ഇവിടെ ജസ്റ്റിൻ ബ്രദറും ജോൺ ബ്രദറും ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. കർത്താവ് വെന്റിലേറ്ററിൽ കിടന്ന ആന്റിക്ക് വലിയ അത്ഭുതം പ്രവർത്തിച്ചു. പിറ്റേ ദിവസം ഡോക്ടർ വന്ന് പോയപ്പോൾ ഫെയിലായ എല്ലാ ബോഡി ഫംഗ്ഷനും റിക്കവറായി വരുന്നു. ഇപ്പോൾ ആന്റി ആരോഗ്യത്തോടെയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ദൈവസിസ്റ്റർ ഞങ്ങളുടെ വീട്ടിലൊരു അംഗം പോലെയാണ്. പിശാച് അപഹരിക്കാൻ നോക്കിയതിനെ ദൈവം കൊണ്ട് നിർത്തിയിരിക്കുക. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. ലവ് യു ലോർഡ്. നീ കൊടുത്ത ആരോഗ്യത്തിന് നന്ദി, നീ കൊടുത്ത കരുതലിന് നന്ദി, നീ കൊടുത്ത സ്നേഹത്തിന് നന്ദി അപ്പാ. ഇൻ ജീസസ് നെയിം ബ്ലെസ് യു. ദൈവം ചെയ്ത അത്ഭുതങ്ങൾക്കായി നന്ദി പറയും. 2 പേർ തങ്ങളുടെ സാക്ഷ്യം പങ്കുവച്ചത് ജീവിതത്തിലേക്ക് കർത്താവ് മടക്കി കൊണ്ടുവന്ന പ്രതീക്ഷ അറ്റുപോയിടത്ത് നിന്നും. നിങ്ങളും ഇതേപോലെ രോഗത്തിലായിരിക്കുന്നു, അല്ലെങ്കിൽ പ്രതീക്ഷ അറ്റുപോയ സാഹചര്യത്തിലാണോ നിങ്ങളായിരിക്കുന്നത്? എന്നാൽ ദൈവത്തിൻ്റെ അത്ഭുതകരം നിങ്ങളെ അതിൽ നിന്ന് വിടുവിക്കുവാൻ മതിയായവനാണ്. ഒരു നിമിഷം ഹാർട്ടിന് പ്രയാസമായിരിക്കുന്നവർ, ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നവർ, ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്നവർ വിശ്വാസത്തോടെ നെഞ്ചിലോട്ടൊന്ന് കൈവച്ചാട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അപ്പോൾ അവിടുന്ന് ചെയ്ത അത്ഭുത പ്രവൃത്തിക്കായി നന്ദി പറയുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ. അപ്പോൾ ഞങ്ങൾ ഈ കേട്ട സാക്ഷ്യം പോലെ എന്നെ കാണുന്ന കുടുംബങ്ങളും സൗഖ്യമാകട്ടെ അപ്പാ. ആരാണോ ഇത് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നത് അവരുടെ ജീവിതത്തിൽ അത്ഭുതം ചലിക്കട്ടെ അപ്പാ. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. ജീവിക്കുന്നൊരു ദൈവത്തെ അനുഭവിക്കാൻ കഴിയട്ടെ. ഹാർട്ടിനായിരിക്കുന്ന പ്രയാസം മാറിപ്പോകട്ടെ. അതേപോലെ എക്സ്റേയിൽ ചെറിയ കറുത്ത പാട് കണ്ടു എന്ന് പറഞ്ഞ് സംശയത്തിലായിരിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് സൗഖ്യമാക്കുന്നത് കാണാം. കർത്താവെ, ആ വ്യക്തിയുടെ ലൈഫിൽ അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു, സൗഖ്യത്തിനായി നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. അടുത്തതായിട്ട് നമ്മളോട് സാക്ഷ്യം പങ്കുവെക്കുന്നത് തേക്കുമൂട് നിന്നും ഷീജ എന്ന പേരുള്ള സിസ്റ്ററാണ് ഈ സാക്ഷ്യം പങ്കുവെക്കുന്നത്. സിസ്റ്റർ പറയുന്നത് തനിക്ക് അലർജി വന്നു കഴിഞ്ഞാൽ തൻ്റെ വോക്കൽ കോഡ് അകന്നു പോവുകയും 6 മാസത്തോളം സംസാരിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് അത്രത്തോളം അലർജിയുടെ പ്രശ്നത്തിലായിരുന്നു. എന്നാൽ കർത്താവ് പൂർണ്ണമായും സൗഖ്യമാക്കി. ഇപ്പോൾ 8 വർഷമായിട്ട് തനിക്ക് അങ്ങനൊരു പ്രയാസമില്ലെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ തൻ്റെ കണ്ണുകൾക്കും പ്രയാസമുണ്ടായിരുന്നു. കർത്താവ് പൂർണ്ണമായ സിസ്റ്ററിനെ സൗഖ്യമാക്കി. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കാണാം.
ഈ സിസ്റ്ററിൻ്റെ പേര് ഷീജ സുർജിത്ത് എന്നാണ്. തേക്കുമൂട് എന്ന സ്ഥലത്തു നിന്നാണ് ഈ സിസ്റ്റർ കടന്നു വരുന്നത്. ഈ സിസ്റ്റർ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്, അതായത് 18 വർഷമായിട്ടുണ്ടായിരുന്ന അലർജി മാറിപ്പോയെന്നൊരു അത്ഭുത സാക്ഷ്യമാണ് സിസ്റ്ററിന് പറയാനുള്ളത്. 18 വർഷമായ അലർജി മാറിപ്പോയി. ഈ സിസ്റ്ററിന് വരുന്ന അലർജി എന്ന് പറഞ്ഞാൽ, അലർജി വന്നു കഴിഞ്ഞാൽ സിസ്റ്ററിൻ്റെ വോക്കൽ കോഡ് അകന്നു പോകും. വോക്കൽ കോഡ് അകന്നു പോയാൽ സംസാരശേഷി നഷ്ടപ്പെടും. അതിങ്ങനെ 6 മാസത്തോളം സിസ്റ്ററിന് സംസാരിക്കാൻ കഴിയാതായി പോകും. അപ്പം നമ്മുടെ ചർച്ചിൽ വരുന്നത് വരെ സിസ്റ്ററിന് അങ്ങനെയായിരുന്നു. ഏകദേശം 17-ാം വയസ്സ് മുതൽ സിസ്റ്ററിന് ഈ പ്രശ്നമുണ്ട്. ചർച്ചിൽ വന്ന് ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചു. അന്ന് മുതൽ പറയാവോ അലർജി എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് അറിയാവോ? ആൻജിയോഎഡീമ എന്നുള്ള അലർജിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഇന്നർ ഓർഗൻസ് എല്ലാം നീരടിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഹാർട്ട്, ലങ്സ് എല്ലാം നീരടിക്കും. അപ്പോൾ അതുപോലെ തന്നെ തൊണ്ടയ്ക്കും പ്രശ്നമുണ്ട്. അപ്പോൾ ആ നീര് വന്നു തുടങ്ങുന്ന സമയത്ത് തന്നെ വോക്കൽ കോഡ് അകന്നു പോവുകയും അത് തിരിച്ചു കിട്ടാതിരിക്കുകയും, അപ്പോൾ ഇനി ഒരിക്കൽ കൂടെ അങ്ങനെ സംഭവിച്ചാൽ ശബ്ദം തിരിച്ചു കിട്ടില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അലർജി ഉള്ളത് കാരണം, മെഡിസിൻസൊക്കെ അലർജിയാണ്. അലർജി ഉള്ള കാരണം ഒരു സർജറിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഭാരപ്പെട്ടിരുന്ന സമയത്താണ് ആദ്യമായിട്ട് ഈ ചർച്ചിൽ വരുന്നതും. ബ്രദറ്, ഞാൻ ഈ വിഷയം പറഞ്ഞില്ലായിരുന്നു, പക്ഷെ ബ്രദറ് അന്ന് തന്നെ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ ശ്രദ്ധിക്കാതിരുന്നു. ഈ അടുത്ത കാലം വരെയും എനിക്ക് ശബ്ദം നഷ്ടപ്പെട്ടു പോയിട്ടേ ഇല്ല. ആദ്യമായിട്ട് ഈ ആൻറ്റി ചർച്ചിൽ വരുന്ന ഇപ്പം ഒത്തിരി നാളായില്ലേ ചർച്ചിൽ? എത്ര വർഷമായി? 8 വർഷമായി. 8 വർഷമായി. ഇപ്പം 8 വർഷത്തിന് മുൻപാണ് ഇത് ഉണ്ടായത്. അതിന് ശേഷം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇല്ല, ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. എത്ര വയസ്സ് മുതലായിരുന്നു ഈ പ്രയാസം ഉണ്ടായിരുന്നത്? 17-ാമത്തെ വയസ്സിലാണ് ആൻജിയോഎഡീമ ഉണ്ടാവുന്നത്. അപ്പോഴാണ് ഈ പ്രയാസം തുടങ്ങിയത്. 35 വയസ്സ് വരെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇത്രയും വർഷം ഈ കുടുംബത്തോട് വാദിച്ചിരുന്ന ആ രോഗത്തിൽ നിന്നാണ് കർത്താവ് വിടുവിച്ചത്. 17 വയസ്സ് മുതലേ ഉണ്ടായിരുന്നു. സിസ്റ്റർ പറയുന്നത് മെഡിസിനെല്ലാം അലർജി, ഒരു കാര്യം ചിന്തിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയിലാണ്. സാധാരണ അലർജി ഉള്ളവർ ഡോക്ടേഴ്സ് പറയും അലർജി പ്രത്യേകിച്ചൊരു മെഡിസിൻ ഇല്ല, അത് പൂർണ്ണമായിട്ട് മാറ്റാമെന്ന് പറയും. പക്ഷേ നമ്മുടെ കർത്താവ് എത്ര വലിയവനാ! എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഈ സിസ്റ്റർ ഇന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് പിന്നീട് ആ കാര്യം സിസ്റ്ററിന്റെ ലൈഫിൽ ഉണ്ടാകാതെ വണ്ണം വലിയൊരു സൗഖ്യത്തെ കർത്താവ് കൊടുത്തു. താങ്ക് യു ജീസസ്. കർത്താവ് അനുഗ്രഹിക്കും. അടുത്ത സാക്ഷ്യം, സിസ്റ്ററിന് ജന്മന ഒരു കണ്ണിന് പകുതി കാഴ്ചശക്തിയും ഒരു കണ്ണിന് പൂർണ്ണമായ കാഴ്ചശക്തി ഇല്ലായിരുന്നു. ടെസ്റ്റ് റിപ്പോർട്ട് അങ്ങനെയാണ് പറയുന്നത്. അതുപോലെ ഡോക്ടർമാർ ഇതിന് കാരണം പറഞ്ഞത് ജന്മന തന്നെ മസിൽ ചുരുങ്ങിപ്പോയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന്. സിസ്റ്റർ ഒന്നും കൂടെ പറയാമോ? ഒരു കണ്ണിന് പൂർണ്ണമായിട്ടില്ല, പൂർണ്ണമായിട്ട് കാഴ്ചയില്ല. എല്ലാ ടെസ്റ്റുകളിലും ഇപ്പോഴും തെളിവ് അങ്ങനെയാണ്, കാഴ്ചയില്ല. ഞാൻ കണ്ണാട ഉപയോഗിക്കുന്നില്ല. ജോൺ ബ്രദർ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ ബൈബിൾ പോലും വായിക്കുന്നത് കണ്ണട ഇല്ലാതെയാണ്. ഓ താങ്ക് യു ജീസസ്. ജന്മന അങ്ങനെയാ? അപ്പൊ അന്ന് മുതൽ കാഴ്ചയ്ക്ക് എങ്ങനെയായിരുന്നു? പറയുന്നു, ഞങ്ങൾക്കത് അറിയത്തില്ലായിരുന്നു. അടുത്ത കാലമായിട്ട് ഒന്നും കാണാത്തത് കൊണ്ട് ചെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഒരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. അപ്പോൾ ഡോക്ടേഴ്സ് അത് ഭയങ്കര ഒരു വികാരത്തോടൊക്കെയാണ് പറഞ്ഞത് ഞങ്ങളോട്. വിഷമിക്കേണ്ട, ഭാരപ്പെടേണ്ട, സർജറി ഒന്നും ഇല്ല, വേറെ എന്തെങ്കിലും വഴി നോക്കാം, മസിലിൽ വികസിക്കാനുള്ള ഇഞ്ചക്ഷനൊക്കെ എടുക്കാം എന്നാണ് പറഞ്ഞത്. എന്നാൽ ഞങ്ങൾ അതിനൊന്നും നിന്നില്ല. ജോൺ ബ്രദറിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അത് എത്ര വർഷം മുമ്പാണ് ഈ പ്രാർത്ഥിച്ചത്? ഇതിപ്പോൾ 6 മാസം ആയതേ ഉള്ളൂ. ഹല്ലേലൂയ. 2 വലിയ സാക്ഷ്യമാണ് സിസ്റ്റർ പറയാനുള്ളത്. ഒരു കണ്ണിന് പൂർണ്ണമായിട്ട് കാഴ്ചയില്ല, ഒരു കണ്ണിന് പാതി ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിൽ നിന്നും കർത്താവ് വിടുവിച്ചു. ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ജീവിക്കുന്ന ഒരു ദൈവത്തെ എങ്ങനെയാ കാണുന്നത്? ഇതിലൂടെയൊക്കെയാ നമ്മൾ കാണുന്നത്, കർത്താവ് അത്ഭുതം ചെയ്യുന്നതിലൂടെ. ഹല്ലേലൂയ. ഒന്ന് കരങ്ങളെ അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആരും സഹായിക്കാനില്ലാത്തവർക്ക്, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ, ഇല്ല എന്ന് പറയുന്ന പ്രശ്നങ്ങളിൽ എനിക്കൊരു സഹായകനുണ്ട്. എനിക്കൊരു സഹായകനുണ്ട്. അവൻ എനിക്ക് മതിയായതാണ്. പരിഹാരമില്ല എന്ന് പറയുന്ന സകലത്തിനും എന്റെ ദൈവം മതിയായവനാണ്. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവ് ചെയ്തതിനായി സ്തോത്രമപ്പാ, സ്തോത്രമപ്പാ. താങ്ക് യു ജീസസ്. ആമേൻ. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ഫെബ്രുവരി 23 രാവിലെ 8 മണി മുതൽ. സ്ഥലം ഡിസ്ട്രിക്ട് ലൈബ്രറി ഹാൾ, സോപാനം ഓഡിറ്റോറിയം. മിറക്കിൾ സൺഡേ പാറശാലയിൽ ഫെബ്രുവരി 23 വൈകുന്നേരം 4:30 മുതൽ. സ്ഥലം ഷീല കല്യാണ മണ്ഡപം, പാറശാല.
ഓരോ അത്ഭുതങ്ങളും നമ്മളോട് സംസാരിക്കുന്നത് ജീവിക്കുന്ന ഒരു കർത്താവിനെയാണ്. അത് നമുക്കും അനുഭവിക്കുവാനായി കഴിയും. അവൻ എൻ്റെ അടുക്കലാണുള്ളത്. എനിക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ടാണ് നമ്മുടെ കർത്താവായിരിക്കുന്നത്. ലോകമെമ്പാടും സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് പറഞ്ഞതിന് കാരണം ഒരാൾ പോലും നശിച്ചു പോകരുത്, സകലരും ക്രിസ്തുവിനെ അനുഭവിക്കണം. ഒരാൾ പോലും ഇല്ലാതായി പോകരുത്, അവർ ദൈവത്തെ അനുഭവിക്കുവാനിടയാക്കണം. ആ നാശത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കർത്താവിന് നമ്മുടെ രോഗത്തിൽ നിന്ന് വിടുവിക്കുവാൻ മനസ്സില്ലയോ? ഹല്ലേലൂയ. രോഗികളായിരിക്കുന്നവർ രോഗമുള്ള ഭാഗത്തേക്ക് കൈകൾ വെച്ചാട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു അപ്പാ. ഞങ്ങളെ കാണുന്ന കുടുംബങ്ങളിൽ അവിടുത്തെ അത്ഭുത കരം ചലിക്കണം അപ്പാ. ഈ കാണുന്ന ഓരോ വ്യക്തികളും ദൈവത്തെ അനുഭവിക്കണം. ഈ കാണുന്ന ഓരോ വ്യക്തികളും ദൈവത്തെ അനുഭവിക്കണം അപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. സൗഖ്യം കർത്താവേ. കാൽവറി ക്രൂശിൽ കർത്താവേ അപ്പാ, അവിടുന്ന് ഞങ്ങൾക്കായി അത് നൽകുവാനിടയായിത്തീർന്നു. ആ സൗഖ്യത്തെ ഞങ്ങൾക്ക് നൽകി, ആ ശാപത്തിൻ്റെ വിടുതലിനെ ഞങ്ങൾക്ക് നൽകി. കർത്താവെ, എന്നെ കാണുന്ന കുടുംബങ്ങളിൽ സൗഖ്യം ആഗ്രഹിക്കുന്ന സകല വ്യക്തികളും സൗഖ്യമാകട്ടെ അപ്പാ. അവർ ക്രിസ്തുവിനെ അനുഭവിക്കട്ടെ, ദൈവശക്തി അനുഭവിക്കട്ടെ, ആ വിടുതലിനെ അനുഭവിക്കട്ടെ അപ്പാ. യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. അതേപോലെ ഒരു ബിസിനസ് ചെയ്യുവാൻ ആഗ്രഹിച്ച് ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അത് തുടങ്ങിയിട്ടില്ല, എന്നാൽ അത് ഏകദേശം അതിൻ്റെ ക്രമീകരണങ്ങൾ പാതിയോളമായി. പക്ഷേ തൻ്റെ ലൈഫിൽ തനിക്ക് എങ്ങനെയാണത് മുൻപോട്ട് കൊണ്ടുപോകുന്ന അറിയത്തില്ല. സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, താൻ ചെയ്യുന്ന കാര്യങ്ങളിൽ കൺഫ്യൂഷനുണ്ട്. എന്നാൽ കർത്താവിൻ്റെ കരം ആ വ്യക്തിയോടൊപ്പം ചലിക്കുന്നത് കാണാം. കർത്താവെ, അവിടുന്ന് ആ വ്യക്തി അനുഗ്രഹിച്ചിരിക്കുന്ന ഓർത്ത് നന്ദി പറയുന്നു. വലിയ നന്മകൾ തൻ്റെ ജീവിതത്തിൽ തുറന്നു കൊടുത്തിരിക്കുന്ന ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ അപ്പോൾ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചിരിക്കാൻ സ്തോത്രം. ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കൃപ ചലിച്ചിരിക്കാൻ നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവിധമായ നന്മകൾ കൊണ്ടും കർത്താവ് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.